ഇന്ന് നമുക്ക് കൂവപ്പൊടി കുറുക്കി നോക്കാം. ഇന്നാൾ നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കിയിരുന്നു. ആ കൂവപ്പൊടി ആണിത്. ഈ കൂവപ്പൊടി ഒന്ന് കാച്ചി കുറുക്കിയെടുത്ത് നോക്കാം. ഇതിന് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് ചാലിക്കണം. അങ്ങനെ നമ്മൾ കൂവപ്പൊടി കുറുക്കുന്നതിന് വേണ്ടി ഇത് കലക്കി വെച്ചു. ഇനി ഇതിലേക്ക് തിളച്ചിരിക്കുന്ന അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ കൂവപ്പൊടി അല്പാൽപ്പം ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വയ്ക്കുക. ഇളക്കി വയ്ക്കുക. ശർക്കര കുറച്ച് തീ ഇട്ട് കൊടുക്കുക. ഇനി കൂവപ്പൊടി ഏതാണ്ട് കുറി വന്നിട്ടുണ്ട്. അലുവാപ്പരുവായിട്ടുണ്ട്. ഇനി ഇത്തിരി തേങ്ങ തിരുമ്മിയിട്ട് കൊടുക്കുമ്പോൾ തയ്യാറായി കഴിയും. അങ്ങനെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തേങ്ങാ തിരുമ്മലും കൂടി ഇട്ട് കൊടുക്കുക. ഇളക്കി യോജിപ്പിക്കുക. തീ കെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൂവപ്പൊടി കുറുക്കിയത് റെഡിയായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. തേങ്ങാപ്പാൽ ചേർത്താലും നല്ലതാണ്. പാലെടുക്കാൻ സമയത്തില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഏലക്ക ഇവിടെ ചതച്ച് ചേർക്കണം. അത് ചേർക്കാം. 2 ഏലക്കായും കൂടി ചതച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്കാക്കി സെർവ് ചെയ്യാം. കൂവപ്പൊടി കുറുക്ക് റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി മധുരമൊക്കെ ഉണ്ട്. ഇത് വയറിന് നല്ലതാണ്. കുടലിലൊക്കെ ആവശ്യത്തിനുള്ള പണ്ട് പറയുന്നുണ്ട്, വയറിൻ്റെ അസുഖങ്ങൾ ഉള്ളവർക്കൊക്കെ കൂവപ്പൊടി കാച്ചി കൊടുക്കുകയാണ് പണ്ട് ചെയ്തിരുന്നത്. വയറിന് മലബന്ധമുള്ളവർക്കൊക്കെ ഇത് കഴിച്ചാൽ മലബന്ധമൊക്കെ മാറി സുഖപ്പെടും. വയറുകടിയുള്ളവരോ ഒക്കെ ഇങ്ങനെ കഴിച്ചിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. അങ്ങനെ കൂവപ്പൊടി എല്ലാവരും ഉണ്ടാക്കി കഴിയുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.